ആദരണീയരായ വിശിഷ്ട അതിഥികളെ, ബഹുമാന്യരായ സംഘടനാ ഭാരവാഹികളെ, പ്രിയമുള്ളവരെ, ഉത്സവ മലയാളി സമ്മാനത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നന്മ നിറഞ്ഞ സ്മൃതി ഉണർത്തിക്കൊണ്ട് ഒരു ഓണാഘോഷം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷം മെൽബണിലെ മലയാളി സമൂഹത്തോടുകൂടി ആഘോഷിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മനുഷ്യ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സാമൂഹ്യ സങ്കല്പത്തിൽ. വേദവ്യാസൻ രചിച്ച ഭാഗവതത്തിൽ പറയപ്പെടുന്ന മഹാബലി ചക്രവർത്തിയുടെ കഥയാണ് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ മലയാളികൾ വിശ്വസിച്ചു വരുന്നത്. സാമൂഹ്യ സമത്വം എന്ന അടിസ്ഥാന ആവശ്യമാണ് ഓണാഘോഷത്തിന്റെ പ്രധാന സന്ദേശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ജനങ്ങൾക്ക് അല്ലലൊന്നുമില്ല, സന്തോഷവും സമാധാനവും സമൃദ്ധിയും നടമാടിയിരുന്ന കാലമായിരുന്നു. ചെറുപ്പത്തിലെ ഞാൻ കേട്ട് ശീലിച്ച ഒരു ഈരടി ഞാൻ ഓർക്കുന്നു. മാവേലി നാടുവാണിടുക്കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആവർക്കൊന്നാർ പൂമുട്ടിലതാരും. ഇന്നിവിടെ നിങ്ങളെ ഇട്ടിരിക്കുന്ന ഈ മനോഹരമായ ഓണപ്പൂക്കൾ കാണുമ്പോൾ ഞാൻ എന്റെ ബാല്യകാലത്തെ ഓർത്തു പോവുകയാണ്. അതിരാവിലെ കുട്ടികളെല്ലാം ഉണർന്ന് കുളിയും കഴിഞ്ഞ് പൂക്കൂടയും എന്തി ഓരോ വീടുകളിലും പറമ്പുകളിലും ഓടി നടന്ന് വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള പൂക്കൾ ധാരാളം ശേഖരിച്ച് എന്നുള്ള ഗാനമൊക്കെ പാടിക്കൊണ്ട് കുട്ടികൾ സന്തോഷമായിട്ട് പൂക്കൾ വീട്ടിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അത്തം മുതൽ 10 ദിവസത്തേക്ക് മുറ്റത്ത് കളം വരച്ച് പൂക്കൾ അലങ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും എല്ലായിടത്തും തിരക്കുകൾ. അതുകൊണ്ട് എങ്കിലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് നമ്മുടെ കേരള സംസ്കാരത്തിന്റെ നന്മയും ഐക്യവുമാണ് അത് വ്യക്തമാക്കുന്നത്. പലയിനം പൂക്കൾ ഒരുമിച്ച് കൂടി നല്ല മനോഹരമായ ഒരു പൂക്കളം നിർമ്മിക്കുന്നത് പോലെ നമ്മൾ മലയാളികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ ഉത്സവ മലയാളി അസോസിയേഷന്റെ എല്ലാ ആഘോഷങ്ങളും മനോഹരമായി തീരും. അതിനുവേണ്ടി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രവുമല്ല, ഈ വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് അതൊരു നല്ല മാതൃകയുമാണ്. ഒരിക്കൽ കൂടി തിരുവോണത്തിന്റെ മംഗളം നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. താങ്ക്സ്.